മക്കളെ ഉണ്ടാക്കുക, അതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ മക്കളെ ഉണ്ടാക്കുക, മക്കൾ പിന്നെ ഭാവിയിൽ വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നോക്കുക, പാരൻസിനെ നോക്കുക, അത് നമ്മൾ എന്തോ കടപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മോശപ്പെട്ട ഒരു സിസ്റ്റമാണ് ഇത് ഇവിടെ. സിസ്റ്റം ശരിയല്ല. നമ്മുടെ ഈ ഒരു സൊസൈറ്റിൻ്റെ സിസ്റ്റം ശരിയല്ല. ഏത് സിസ്റ്റം? ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉപ്പയും ഉമ്മയും അവർ മക്കളുണ്ടായി, ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർ വളർത്തി വലുതാക്കി അവരെ മാരേജ് ചെയ്ത് വിട്ട്, അല്ലെങ്കിൽ അവരെ മക്കളെ കല്യാണം നടത്തി കൊടുത്ത്, പിന്നെ അവരെ എന്താ പറയുക സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് ഈ മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ സ്നേഹിച്ച് പരിപാലിച്ച് അവരെ നോക്കി അവർ മരിക്കുന്നത് വരെ ഈ നോക്കിയിട്ട് ഈ ജീവിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നിലവിൽ ഇന്ത്യയിലെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ആ ഒരു സിസ്റ്റം ശരിയല്ല. ഇത് പറയണത് ഞാനല്ല കേട്ടോ, എൻ്റെ വാക്കുകളല്ല. നമ്മുടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന എന്താ പറയുക ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫെമിനിസ്റ്റുകളുടെ ഒക്കെ ഒരു തലവനായ അല്ലെങ്കിൽ ഒരു നേതാവായിട്ടുള്ള ശ്രീ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ വാക്കുകളാണ്. നമ്മുടെ ഈ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, അതൊക്കെ എന്തോ പൊളിച്ച് തകർക്കണ്ട. അതാണ് മൂപ്പരെ നിലപാട്. പരിശുദ്ധമാണ് എന്ന് വിചാരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ട് നടക്കുന്നത് ഈ ഫാമിലി എന്ന് പറഞ്ഞ ഈ സംഭവം എത്രത്തോളം അപഹാസ്യമാണ് ഇത് മൂപ്പര് പറയേണ്ടത്. ഒന്ന് കേട്ട് വെക്കാം നമ്മുടെ ഈ ശ്രീലക്ഷ്മി അക്കയുടെ വാക്കുകൾ. ഇന്ത്യയിലുള്ള ഈ ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിന് തന്നെ ഭയങ്കര എഗെയിൻസ്റ്റ് ആണ്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആരായിക്കോട്ടെ ജനിക്കുമ്പോൾ അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമില്ല. എല്ലാവരെയും ഓരോ ആൾക്കാരുടെ കുട്ടികൾ, മക്കൾ, അല്ലെങ്കിൽ അമ്മമാരുടെ മരുമകൾ ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വ്യക്തി സ്വാതന്ത്ര്യമൊന്നും ഇല്ല. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം, അത്തരത്തിലുള്ള ഒരു ഫോഴ്സിങ് ഉണ്ട് സമൂഹത്തിൽ. അപ്പം സ്വതന്ത്രമായി ജീവിക്കുന്ന ആൾക്കാരെ പോലും സ്വതന്ത്രമായി ജീവിക്കാൻ വിടുന്നില്ല. അപ്പോൾ ഈ ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം മൊത്തം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം മൊത്തം ഔട്ട്ഡേറ്റഡ് ആണ്. അതായത് ഈ മക്കൾ വളർന്ന് വലുതാക്കുക, അവർക്ക് കല്യാണം കഴിക്കുക എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കല്യാണം കഴിപ്പിച്ചു വിടുക, അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മുടെ അക്ക ഇതിനെ കാണുന്നത്. അതായത് ഫാമിലി എന്ന സംഭവം മൂപ്പർക്ക് അങ്ങോട്ട് എന്താ പറയുക ദഹിക്കണില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് മൂപ്പര ചോയ്സ്, മൂപ്പര അഭിപ്രായങ്ങൾ മാനിക്കണം അല്ലേ. ഇവിടെ കൊണ്ടൊന്നും തീരണില്ല നമ്മുടെ അക്കൻ്റെ വെളിപ്പെടുത്തലുകൾ. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നും കൂടി അക്ക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേട്ടോക്കാം. സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ ഒരു പുരുഷനെ ചൂസ് ചെയ്യേണ്ടത്. കാരണം സ്ത്രീക്കാണ് സർവ്വ തരത്തിലുള്ള അധികാരമുള്ളത്. പെൺകുട്ടികൾക്കാണുള്ളത് ആരെ ചൂസ് ചെയ്യണം, ആര് വേണം ജീവിത പങ്കാളിയോ, അല്ലെങ്കിൽ അവരുടെ പങ്കാളി ഏത് സമയത്തിൽ ആര് വേണം, ഒരു പങ്കാളി വേണോ, അങ്ങനെ ഒന്നും നിർബന്ധമില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള പങ്കാളികളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബയോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സും എല്ലാം ഉള്ളത് സ്ത്രീകൾക്കാണ്. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അടിച്ചമർത്തി ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനകത്തിട്ട് വളർത്തി സ്ത്രീകൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അത് പറ്റില്ല. അതിൻ്റെ പേരിൽ ജാതി, മതം, അത് വേണം, അല്ലെങ്കിൽ തന്നെക്കാൾ ഹൈറ്റ് കൂടിയ ആൾ വേണം, തന്നെക്കാൾ പ്രായം കൂടിയ ആൾ വേണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേലിക്കെട്ടുകൾ നിർത്തി സ്ത്രീകളെ, പെൺകുട്ടികളെ ഭയങ്കരമായി മോശമായിട്ട് എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് പറയുകയോ എന്തെങ്കിലും സ്വതന്ത്രമായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ആൾക്കാരെ സ്ലട്ട് ഷെയിം ചെയ്ത് അവരെ വെടി, വേശ്യ എന്നുള്ള പദങ്ങളെല്ലാം വിളിച്ച് അവരെ ഇല്ലാതാക്കുക. അവർക്ക് സ്വന്തമായി സ്വതന്ത്രമായി വസ്ത്രം ധരിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി ഒന്നും പറയാൻ പറ്റില്ല, സ്വതന്ത്രമായി ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ സ്ത്രീധനം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൂടും. ഒരു സ്ത്രീക്കാണ് ഒരു സ്ത്രീന്റെ പരമാധികാരം. അവരെ ആരെ കെട്ടണം, എങ്ങനെ കെട്ടണം, എപ്പോൾ കെട്ടണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു സ്ത്രീയാണ്. അത് റൈറ്റ് പോയിന്റ്. പഴയ പോലെ ഒന്നല്ല. ഇപ്പോൾ സ്ത്രീ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ലേഡീസ് അവർ കല്യാണപ്രായമാകുമ്പോൾ എപ്പോൾ കെട്ടണം എന്നും ആരെ കെട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾ അവർ സ്വയം ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അവരോട് ചോദിക്കാതെ ഒന്നും ഇപ്പോൾ കല്യാണങ്ങളൊന്നും നടക്കലില്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ആര് എന്തെന്നറിയാതെ പോയിട്ട് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആരെ കെട്ടണം, എങ്ങനെ കെട്ടണം എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്. സോ അത് ഓക്കെ, അത് മൂപ്പര് പറയുന്നത് ഓക്കെ. പക്ഷെ മൂപ്പര് അവിടെ പറയുന്നുണ്ട് ഏത് സമയത്ത് ഏത് പങ്കാളിനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കണം എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. സിസ്റ്റം ശരിയല്ല. സോ ഇനി മൂപ്പർക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടെ ഒന്ന് കണ്ടോക്കാം. ഐ തിങ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മക്കൾ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ഇനി മക്കൾ ഉണ്ടെങ്കിൽ അവരെ പോറ്റണം എന്ന് നിർബന്ധമില്ല. എന്താ പറയാ, അവര് നമ്മൾ തിരിച്ചു പോറ്റണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. അതല്ല ഫാമിലി സിസ്റ്റം, അതൊന്നും ഒരു നിർബന്ധമില്ല. എന്തായാലും നെക്സ്റ്റ് വാക്കുകളിലൂടെയും കൂടെ നമുക്കൊന്ന് കേട്ടു വെക്കാം.
ഇതെല്ലാം ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മക്കളെ ഉണ്ടാക്കുക, അതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ മക്കളെ ഉണ്ടാക്കുക, മക്കൾ പിന്നെ ഭാവിയിൽ വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നോക്കുക, പാരൻസിനെ നോക്കുക, അത് നമ്മൾ എന്തോ കടപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മോശപ്പെട്ട ഒരു സിസ്റ്റമാണ് ഇത് ഇവിടെ ഉള്ളത്. എന്താ, അതായത് മക്കളെ ഉണ്ടാക്കുക, മക്കളെ നോക്കുക, ആ മക്കളെ നമ്മളെ തിരിച്ചു നോക്കുക, അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സിസ്റ്റമാണ്. അതൊക്കെ മാറേണ്ട ഒരു സമയമായിക്കണ്. ശ്രീ അറക്കൽ മാഡത്തിന്റെ വാക്കുകൾ. നിങ്ങൾ ഒരു മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന ഒരു മക്കളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ഒരുപാട് ശരിയായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും മാഡം ബാക്കിയുള്ളതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് ഇവിടുത്തെ ഫാമിലി സിസ്റ്റത്തോടൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ എൻ്റെ സഹജീവികൾക്ക് ഇതെല്ലാം ബാധിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. പക്ഷേ പെൺകുട്ടികൾ ഇതിനെല്ലാം ഓവർകം ചെയ്ത് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ ഇനിയും ആൾക്കാർ വരണം. പെൺകുട്ടികൾ സ്വതന്ത്രമായി മുന്നോട്ടേക്ക് വരുമ്പം അത് നമുക്കൊന്നും ഇത് പെട്ടെന്നൊന്നും പറ്റിയൊരു കാര്യമല്ല. ഇവിടെ ആര് സ്വതന്ത്രമായി പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച്, നമ്മളൊക്കെ ഒരുപാട് ബേർഡൻ സഹിച്ചാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇപ്പം ജീവിക്കുന്നത്. ഒരു നല്ലൊരു സമൂഹമായിരുന്നെങ്കിൽ, ഒരു പുരുഷാധിപത്യം ഇല്ലാത്ത സമൂഹമാണെങ്കിൽ നമുക്ക് ഇത്ര ബേർഡൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അങ്ങനെ പെൺകുട്ടികൾ നമുക്ക് കഷ്ടമാണ്. ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ ഒരുപാട് സഫർ ചെയ്യണം. സ്വന്തമായ അഭിപ്രായം പറയണമെങ്കിൽ, വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ, സ്വന്തമായി പാർട്ട്ണറെ ചൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു സമൂഹം ഇപ്പോഴൊന്നും ഉണ്ടായി വരില്ല. പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് സ്വന്തമായി സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വരിക. ഫാമിലി എന്നുള്ള സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ല. സോ കേട്ടില്ലേ, അതായത് മൂപ്പരൊക്കെ ഒരുപാട് സഫർ ചെയ്യണ്ടേ. അതായത് ഒറ്റക്കാണ് മൂപ്പര് ജീവിക്കണെന്ന് പറഞ്ഞത്. ഈ ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം ശരിയല്ലാത്തോണ്ട് മൂപ്പര് ഒറ്റക്കാണ് ജീവിക്കണെന്നാണ് പറഞ്ഞത്. മൂപ്പർക്ക് അപ്പനും അമ്മയും ഒന്നും ഉണ്ടാവൂലേ, കുടുംബം ഒന്നും ഉണ്ടാവൂലേ. അതായത് നല്ല കുടുംബം, നല്ല വ്യക്തിത്വം, അതൊക്കെയാണല്ലോ എന്താ പറയാ ഒരാളെ നമ്മൾ അടക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മാഡത്തിന് എന്താണാവോ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതായത് കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഈ മാഡത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് മൂപ്പര വാക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മൂപ്പര് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഈ കുടുംബം എന്ന് പറഞ്ഞ ഈ ഒരു അജണ്ട പൊളിച്ചെടുക്കാൻ, ഈ ഒരു പ്രോസസ്സ് പൊളിച്ചെടുക്കാൻ. അപ്പോൾ അതിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഇപ്പോൾ കുറെ ആൾക്കാരെ ആ ഒരു മൂപ്പര വേലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം ശരിയല്ല. സോ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റം ശരിയാണോ അല്ലേ? നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് ശരിയാണ് എന്നും ചില ആളുകൾക്ക് ശരിയല്ല എന്ന് തോന്നും. സോ നിങ്ങൾ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അറിയിക്കും. ഓക്കെ, ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ വിശ്വാസം ലാഭം.